പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ 10 വർഷം മുഖ്യമന്ത്രിയും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ഇന്ത്യയിലെ ഏക CPM മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും മുതിർന്ന CPM നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് കിരൺ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. അവിടെ രഹസ്യ പൂജകൾ നടത്തി എന്നുള്ള വാർത്ത വലിയ വിവാദമായിരുന്നു. അദ്ദേഹം അവിടുത്തെ ആരാധനാ ക്രമം ഒക്കെ പാലിച്ച് അത്തരത്തിൽ വസ്ത്രം ഒക്കെ ധരിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വരുന്നത് ക്യാമറ അല്ല മൊബൈൽ ഫോണിലോ മറ്റോ പകർത്താനായിട്ട് ജനം ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ ചെല്ലുകയും അദ്ദേഹത്തെ ഈ പിണറായി വിജയൻ്റെ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവരാരാണെന്നറിയില്ല, അവർ ചാടി വീണ് അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും കുത്തിന് പിടിക്കുകയൊക്കെ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ വിവരം പുറത്തു വരികയും അത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു. അത് സംബന്ധിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമായി നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനാണ് പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ച് പൂജകൾ നടത്തിയത്, അവിടെ ആരാധന നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാരണം എന്ന് അല്ലെങ്കിൽ എന്തിനവിടെ പോയി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള മറുപടി വളരെ വിശദമായി വിശദാംശങ്ങളുടെ പശ്ചാത്തലത്തിൽ അതാദ്യമായി പൊതുസമൂഹത്തോട് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങൾ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഇപ്പോൾ ആദ്യമല്ല ഉയരുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ വർഷം ഏത് മാസത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏപ്രിലോ മെയിലോ മറ്റോ മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പിണറായി വിജയനോടൊപ്പം മധുരയിൽ എത്തിയ പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയനും മൂത്ത മകൾ വീണ വിജയനും അവിടെ ഒരു ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ശനിദേവനെ കണ്ട് സന്ദർശിച്ച് വിശേഷാൽ പൂജകൾ നടപ്പിലാക്കിയത് അത് പുറത്തു വന്നിരുന്നു. ഒരു ശീതൽ എന്ന് പറയുന്നൊരു ബ്ലോഗർ അവിചാരിതമായി അവിടെ വെച്ച് ഈ അമ്മയെയും മകളെയും കാണുകയും അത് പുറം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. ബൃഹദീശ്വര ക്ഷേത്രം, അതായത് മധുരയ്ക്കടുത്തുള്ള ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ശനിദേവനെ സന്ദർശിച്ച് പൂജകൾ നടത്തി പുറത്തേക്ക് വരുന്നു. നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരം എന്തൊക്കെയോ വെച്ചിട്ട് പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വരുന്നത്. പുറത്തു വന്നപ്പോൾ തന്നെ അവരത് മായ്ച്ചു കളയുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഈ ശീതൽ എന്ന് പറഞ്ഞൊരു ബ്ലോഗർ കഴിഞ്ഞ വർഷം പുറത്തു കൊണ്ടുവന്നത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ ബന്ധുക്കൾ ഇതുപോലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ആദ്യമായിട്ടല്ല വിവാദമാകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കണ്ണൂരിലുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോത്സ്യനുണ്ട്, മാധവ പൊതുവാൾ. അദ്ദേഹം ആ പ്രദേശത്തെ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാണ്. അദ്ദേഹം അംബാനി അദാനി പോലെയുള്ള ശതകോടീശ്വരന്മാരുടെ തീവ്ര കോടീശ്വരന്മാരുടെ ജ്യോത്സ്യനാണ് എന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ ജ്യോത്സ്യനാണ്. അദ്ദേഹത്തിനെ സ്ഥിരമായി സന്ദർശിക്കാറുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റ് അമിത്ഷയാണ്. ഒരുപാട് ശതകോടീശ്വരന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ CPM-ൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇരിക്കുന്ന ചിത്രം തന്നെ ഫേസ്ബുക്കിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ജ്യോത്സ്യൻ പിണറായി വിജയൻ്റെ ദശാസന്ധിയും അധികാര നഷ്ടവും പ്രവചിച്ചതിനെ തുടർന്നിട്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പൂജാതി കർമ്മങ്ങൾ നടത്താൻ വേണ്ടി ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ശനിദേവനെ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും കൂടി കണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ രഹസ്യ സന്ദർശനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശീതൽ എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ അവിചാരിതമായ സന്ദർശനത്തിനെ തുടർന്ന് അത് പുറത്തു വരികയായി. സുഹൃത്തുക്കളെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം,
2021 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടാമത് അധികാരം ഏറ്റെടുത്തപ്പോൾ സാധാരണ മുഖ്യമന്ത്രിമാർ ഉപയോഗിക്കുന്ന വെളുത്ത വാഹനം ഒഴിവാക്കി കറുത്ത വാഹനം ഉപയോഗിച്ച് തുടങ്ങിയത് മുതൽ പിണറായി വിജയൻ്റെ വീട്ടിലെ തൊഴുത്ത് പുനരുദ്ധരിച്ചത് മുതൽ അവിടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് കോടികൾ ചെലവഴിച്ച് തൊഴുത്തിലെ പശുക്കൾക്ക് സംഗീതവും ഒക്കെ ആസ്വദിക്കാനുള്ളതും മറ്റ് സ്ഥാപിക്കപ്പെട്ടതും ജ്യോത്സ്യൻ്റെ ഉപദേശപ്രകാരം ശനിപ്രീതി നടത്താനുള്ള യാഗയജ്ഞ തുല്യമായിട്ടുള്ള പ്രവൃത്തികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, സാധാരണ മന്ത്രിമാരുടെയൊക്കെ ഔദ്യോഗിക വാഹനങ്ങൾ വെളുത്ത നിറത്തിലുള്ളതാണ്. അത് പൊടുന്നനെ മാറ്റി കറുത്ത ഒരു ഔദ്യോഗിക വാഹനത്തിലേക്ക് പോകുന്നു, പശുത്തൊഴുത്ത് പുനരുദ്ധരിക്കുന്നു, അവിടെ മ്യൂസിക് സിസ്റ്റം സ്ഥാപിക്കുന്നു. ഇതെല്ലാം തന്നെ ജ്യോത്സ്യൻ മിക്കവാറും അത് മാധവ് പൊതുവാൾ തന്നെ ആവാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ശനിയുടെ പ്രീതി നേടാനായി ഉള്ള യാഗയജ്ഞ തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന വേറെ ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഇതൊന്നും കൂടാതെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും നിരവധി മന്ത്രവാദ പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, അതായത് മന്ത്രവാദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ മൃഗബലി അടക്കമുള്ള പ്രയോഗങ്ങൾ നടത്തി മുഖ്യമന്ത്രിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും നേട്ടം ലഭിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയുന്നുണ്ട്. അതാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം. അതായത് മന്ത്രവാദ പ്രാധാന്യമുള്ള മൃഗബലി അടക്കമുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ അതൊക്കെ നടത്തി മുഖ്യമന്ത്രിയുടെ ദീർഘായുസ്സും മുഖ്യമന്ത്രിക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവാനുമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് വരെയുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, ഇനി എന്ന് മാത്രമല്ല, നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം അയ്യപ്പ സംഗമം നടത്തിയത് ശനിദേവനായിട്ടുള്ള അയ്യപ്പന് സംഭവിച്ച അപ്രീതി തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നു. 2018 അവസാനം നടത്തിയ ഈ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശനിദേവനുണ്ടായ അപ്രീതി പരിഹരിക്കാൻ വേണ്ടി ആണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി അദ്ദേഹം അന്ന് കേട്ടിരുന്നു. അതുപോലെ തന്നെ ആ അപ്രീതി തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പല ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയത് നമ്മൾ കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി സത്യത്തിലൊരു വിശ്വാസിയാണ് എന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ യഥാർത്ഥ ഭക്തൻ്റെ ഭക്തി രഹസ്യമായി നിർവഹിക്കപ്പെടുന്നതാണ് എന്ന് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശന് മറുപടിയായി അയ്യപ്പ സംഗമത്തിൻ്റെ ആ വേദിയിൽ പറഞ്ഞത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ നമ്മൾ കേട്ട വേറൊരു കാര്യം എന്താണ്, തന്ത്രിയെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. ആ തന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ ഉദ്ഘാടന വേദിയിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല. തന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതും ഇതുപോലെ അപ്രീതി തിരുത്താൻ വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താ, യുവതീ പ്രവേശന കാലഘട്ടത്തിൽ തന്ത്രിയെ പച്ചയ്ക്ക് ചീത്ത വിളിച്ച് നടക്കുകയായിരുന്നു പിണറായി വിജയൻ. ഓർമ്മയില്ലേ നമുക്ക്? തന്ത്രി ബ്രഹ്മചാരിത്വം പുലർത്തേണ്ട തന്ത്രി പരസ്ത്രീ ബന്ധം പ്രയോഗത്തിൽ വരുത്തിയിരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രിയെ എല്ലാ ജില്ലയിലും പോയി അപകീർത്തിപ്പെടുത്തിയ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ശബരിമല തന്ത്രിയെ തന്നെ ആ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ക്ഷണിച്ചത് ഈ ശനിദേവനായ അയ്യപ്പന് സംഭവിച്ച അപ്രീതി തിരുത്താൻ വേണ്ടിയാണെന്നുള്ള വാദം ഉണ്ടായിരുന്നു. ആ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് പിണറായി വിജയനോട് സന്നിഹിതനല്ലായിരുന്നു. അതിനുശേഷമാണ് പിണറായി വിജയൻ ഉദ്ഘാടന വേദിയിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം നമ്മൾ ഓർമ്മയില്ല, ഇരുവർ എന്ന് പറയുന്ന അഭിമുഖത്തിലൂടെ ഭക്തി ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിൽ പോയത് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന്, അത് ഭക്തിയുടെ നഷ്ടത്തിൽ കലാശിക്കും എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. അത് വിശ്വാസ ലോകത്തോട് അടുക്കാനുള്ള പരിശ്രമമായിരുന്നു എന്നുള്ളത് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? അയ്യപ്പ വിഷയത്തിലാകട്ടെ ജ്യോത്സ്യൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും സത്യവാങ്മൂലം റിവ്യൂ പെറ്റീഷനിൽ തിരുത്തിയതും ഈ ശനിദേവൻ്റെ അപ്രീതി തിരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതായത് നമുക്ക് ഓർമ്മയില്ലേ, അതായത് ഈ യുവതി പ്രവേശന സമയത്ത് അൾട്രാ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. നമുക്ക് ഓർമ്മയില്ലേ, എത്രയോ പ്രസ്താവനകളെന്നുണ്ടായി. എന്ന് പറഞ്ഞു 10 വോട്ടിന് വേണ്ടി ഞങ്ങൾ സ്ത്രീ തുല്യത നടപ്പാക്കാതിരിക്കില്ല, ഞങ്ങൾക്ക് 10 സീറ്റല്ല പ്രധാനം, ഭരണഘടനയാണ് ഞങ്ങൾക്ക് പ്രധാനം. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിയുടെ ഈ വിധി എന്ത് വന്നാലും നടപ്പിലാക്കും എന്ന് പറഞ്ഞു. അവിടെ വേഷപ്രജനയായി ബിന്ദു കനകദുർഗ എന്ന് പറയുന്ന 2 സ്ത്രീകളെ അവിടെ കയറ്റിയത് സംബന്ധിച്ച് അത് കയറിയിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്ത്രീ തുല്യത എന്ത് വന്നാലും നടപ്പിലാക്കുമെന്ന് ആ കാലഘട്ടത്തിൽ എല്ലാ ജില്ലകളിലും പോയി നടന്ന് പ്രസംഗിച്ചു. എല്ലാ ജില്ലകളിലും പോയി നടന്ന് പ്രസംഗിക്കുമ്പോൾ തന്ത്രിയെ അതിശക്തമായി വിമർശിച്ചു, അപകീർത്തിപ്പെടുത്തി. പരസ്ത്രീ ബന്ധത്തിൽ ഇടപെടുന്ന ആളാണ് എന്ന് പറഞ്ഞ് അൾട്രാ റവല്യൂഷണറി ആയിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്ന പിണറായി വിജയനാണ് ഇപ്പോൾ അടിമുടി ഒരു ഈശ്വര വിശ്വാസിയായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിലേക്കല്ലേ സുഹൃത്തുക്കളെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യാവസാനം ഒരു അടിമുടി ഈശ്വര വിശ്വാസി. താൻ ഈ ശനിദേവൻ്റെ അപ്രീതി, അയ്യപ്പൻ എന്ന് പറയുന്ന ശനിദേവൻ്റെ അപ്രീതിക്ക് കാരണമായതുകൊണ്ട് അത് തിരുത്താൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ, താനൊരു വിശ്വാസിയാണെന്ന് പൊതുമണ്ഡലത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്നത്, ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഞാനിപ്പോൾ വരാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ഇനി വരാൻ പോകുന്നത് എന്തിനാണ് പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ എല്ലാ ഇപ്പം ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഭവം എന്താ, ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം പോകുന്ന ഒരു ഭക്തന്മാർ പോകുന്ന ഒരു ക്ഷേത്രമല്ലത്. അവിടെ കൃത്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അവിടെ പോകണമെങ്കിൽ അവിടെ ആരാധനാ സമയമുണ്ട്, ആരാധന ക്രമമുണ്ട്, അതിനാവശ്യമായിട്ടുള്ള വസ്ത്രധാരണമുണ്ട്. അതൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല, ഗുരുവായൂർ. ആ ഗുരുവായൂരിലേക്ക് വളരെ ആകസ്മികമായി തൻ്റെ മകനെ പിണറായി വിജയനും കുടുംബവും പറഞ്ഞു വിടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഒരിക്കലുമില്ല. ഇതെല്ലാം കരുതി കൂട്ടിയിട്ടാണ്, രഹസ്യമായിട്ടുള്ള പൂജകൾ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ വസ്ത്രധാരണവും ആരാധനക്രമവും ആരാധന സമയവുമുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മകനെ പറഞ്ഞു വിട്ടത്. ഇനി എന്താണ് പറഞ്ഞു വിട്ടതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ൻ്റെ നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം, നാസ്തികൻ ആയിട്ടുള്ള പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിൻ്റെ കാരണമാണ് ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്. അതായത് ജൂൺ 2-ാം തീയതി, ഈ വരുന്ന 2026 ജൂൺ 2-ാം തീയതി വ്യാഴഗ്രഹത്തിൽ വരുന്ന മാറ്റം, വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ വരുന്ന മാറ്റം പിണറായി വിജയൻ്റെ നക്ഷത്രത്തിന് ദോഷകരമാണെന്ന് കണ്ടെത്തുകയും, അതായത് ഈ വ്യാഴത്തിൽ വരുന്ന മാറ്റം തൻ്റെ നക്ഷത്രത്തിന് ദോഷകരമാണെന്ന് കാണുകയും വ്യാഴത്തിൻ്റെ അനിഷ്ടത്തിൽ അടുത്ത 1.5 വർഷക്കാലം പ്രവർത്തിക്കേണ്ടി വരും എന്നും ജ്യോത്സ്യൻ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യാഴഗ്രഹത്തിൽ മാറ്റം വരും. മാറ്റം വന്നു കഴിഞ്ഞാൽ അത് തൻ്റെ നക്ഷത്രത്തിന് ദോഷകരമാണെന്ന് വരും. ആ നക്ഷത്രത്തിന് ദോഷകരമാണെങ്കിൽ ആ സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെ അനിഷ്ടത്തിൽ അടുത്ത 1.5 വർഷക്കാലം പ്രവർത്തിക്കേണ്ടി വരും എന്ന് കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിഷ്ണുവിനെ സന്ദർശിക്കാൻ ഗുരുവായൂരിലെത്തി രഹസ്യ പൂജകൾ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ വേറെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും പോവുകയല്ല ചെയ്തത്. വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണം. ആ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി തൻ്റെ അച്ഛന് ഈ വ്യാഴഗ്രഹത്തിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന, വ്യാഴത്തിൻ്റെ അപ്രീതി കൊണ്ടുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ എല്ലാ ആരാധനാ ക്രമങ്ങളും വസ്ത്രധാരണവും എല്ലാം പാലിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയത്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 2019 അൾട്രാ റവല്യൂഷണറി ആയിരുന്ന പിണറായി വിജയൻ്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭാര്യയും മകളെയും ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടുന്നു, അയ്യപ്പ സംഗമം നടത്തുന്നു, ശനിദേവൻ്റെ അപ്രീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു. വ്യാഴഗ്രഹം മാറുമ്പോൾ അത് തൻ്റെ നക്ഷത്രത്തിന് കുഴപ്പമാണെന്നും അതിൻ്റെ വ്യാഴത്തിൻ്റെ അനിഷ്ടത്തിൽ 1.5 വർഷം കഴിയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൻ്റെ മകനെ രഹസ്യ പൂജ നടത്താൻ ഗുരുവായൂരിലേക്ക് പറഞ്ഞു വിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടി അണികൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ?
പെൻഡുലം പോലെയല്ലേ ഇയാൾ ആടിയത് 2019 മുതൽ 2026 വരെ. തനിയൊരു വിശ്വാസി എന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസിയാണോ? അങ്ങേയറ്റം വിശ്വാസി. മൃഗബലി പോലുമുള്ള അമ്പലങ്ങളിൽ മന്ത്രവാദങ്ങൾ പോലും നടക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. അയാളുടെ കാറിൻ്റെ നിറം ജ്യോതിഷം പറഞ്ഞതനുസരിച്ച് വെള്ളയിൽ നിന്ന് കറുപ്പിലേക്ക് മാറുന്നു. അയാളുടെ ഗോപൂജയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലെ പശുത്തൊഴുത്ത് പുനരുദ്ധീകരിക്കുന്നു. അവിടെ മ്യൂസിക് സിസ്റ്റം അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ. അയാൾ പറഞ്ഞ പോലെ അയാളുടെ വാക്കും അയാളുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പാർട്ടിയിൽ നമുക്കറിയില്ലേ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലൊക്കെ പോയിട്ടുള്ളവരെ വരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ സുഹൃത്തുക്കളെ? നാസ്തികനായിരിക്കണം ഈ പാർട്ടിയിലെ അണികൾ എന്നല്ലേ പറയപ്പെടുന്നത്. ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറഞ്ഞ് ഐഷ പോറ്റിക്കെതിരെ നടപടിയെടുത്ത പാർട്ടി, ആ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ്, ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, ആ പാർട്ടിയുടെ സംസ്ഥാന മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് രഹസ്യപൂജ, മൃഗബലി, വ്യാഴത്തിൻ്റെ അനിഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മകനെ വിട്ട് രഹസ്യപൂജ, ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി ശനിദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭാര്യയെയും മകളെയും വിട്ട് രഹസ്യപൂജ, ഇതൊക്കെ നടത്തുന്ന അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ആക്രാന്തം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യാവസാനം ഒരു ജ്യോത്സ്യന് അടിപ്പെട്ട് ജീവിക്കുന്ന അതിദയനീയമായിട്ടുള്ള ഒരു കാഴ്ച. ഇത് കേരളത്തിലെ പാർട്ടി അണികളും കേരളത്തിലെ ജനങ്ങളും ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വേറെ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് പിണറായി വിജയൻ തൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് കിരണനെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ ആരാധനാക്രമങ്ങളും എല്ലാ വസ്ത്രരീതിയും പാലിച്ചുകൊണ്ട് തൻ്റെ മകനെ ഗുരുവായൂരിലേക്ക് പറഞ്ഞു വിട്ടതിൻ്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അവിടെ ചെന്ന് രഹസ്യ പൂജ നടത്തിയിട്ട് വരുമ്പോൾ അത് ചിത്രീകരിക്കാൻ വന്നവരെ കൈകാര്യം ചെയ്യുന്നു. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് അത് രഹസ്യമാക്കി വെക്കണം എന്നാണ്. അവിടെ അവസാനമായിട്ട് എൻ്റെ ഒരു വിശ്വാസിയായിട്ടുള്ള സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹം എന്നോട് പറഞ്ഞ് ഷാജാനെ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ശനിദേവനും ഗുരുവായൂരിലെ വിഷ്ണു ഭഗവാനും പിണറായി വിജയനിൽ പ്രസാദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നടത്തിയ സന്ദർശനവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തിയ സന്ദർശനവും ജനങ്ങൾ അറിയുകയും വിവാദമാവുകയും ചെയ്തത് എന്നാണ്.